എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഞാനും എൻ്റെ മോൾ ആയിഷയും ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. അപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് പറഞ്ഞത് വണ്ടി. ആയിഷ നല്ല വെയിറ്റിങ്ങിലാണ് ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി അടുത്തത് മിക്കവാറും നീലേശ്വരായിരിക്കാം. പയ്യന്നൂരിനോട് യാത്ര പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു തമിഴ് ദമ്പതികളുടെ ഒരു അല്പ സംഗീതം കൂടി നമ്മൾ ട്രെയിനിൽ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് കുറച്ച് ആസ്വദിക്കാം. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാർ പാർക്കിംഗ് നല്ല സൗകര്യത്തോടു കൂടി ആ റോഡിൻ്റെ ഒപ്പം വിപുലീകരിച്ചിരുന്നു. മുമ്പ് ഭയങ്കര ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ വണ്ടി വെക്കാൻ സൗകര്യമില്ലാത്തല്ലോ. ഇപ്പോൾ ആ സ്ഥലങ്ങൾ എടുത്തിട്ട് ഇതാക്കിയതെന്ന് അറിയില്ല എന്താണെന്ന്. പക്ഷെ നല്ല സൗകര്യത്തിൽ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നീലേശ്വരം സ്റ്റേഷനിലെത്തി. നീലേശ്വരത്തോട് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. നീലേശ്വർ ആണ്. ആയിഷാൻ്റെ സംഭാരം കൂടിയാണ് അടുത്തതായിട്ട് നമുക്കുള്ളത്. ആയിഷ സംഭാരം കുടിച്ച് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. നല്ല ഹാപ്പിയിലുള്ളത് സംഭാരത്തിന്. ഈ ഗുഡ്സ് ട്രെയിൻ ഫുൾ ബോഗിയിലൊക്കെ ഫുൾ ഹോൾസാണ് ഉള്ളത്. ഇതിനെപ്പറ്റി അറിയുന്ന ഒരു കമൻ്റ് ആണ്. ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ വിചാരിക്കുന്നത് ഒരു ആനിമൽസിനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആണോ അല്ല വേറെ എന്തെങ്കിലും കുറിച്ച് അറിയില്ല. എന്താ കാഞ്ഞങ്ങാട് എത്തിയതാണ് ഇത് കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബേക്കൽ എത്തിയിട്ടുണ്ട്. ബേക്കൽ പാർക്കിങ്ങിൽ, അതായത് കോട്ടിക്കുളം. ആയിഷ ഫുൾ ഹാപ്പിയിലാണല്ലേ. ഇത് വീടാണോ റിസോർട്ടാണോ അറിയില്ല, ബോർഡൊന്നും കണ്ടിട്ടില്ല. ഇത് ചന്ദ്രഗിരി പുഴയാണെന്നോ സംശയമുണ്ട്. ഏകദേശം കാസർഗോഡ് എത്താനായല്ലോ. അപ്പോൾ ചന്ദ്രഗിരി പുഴയാണല്ലോ അതിൻ്റെ അടുത്തുള്ളത്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ചില സ്ഥലത്തൊക്കെ വെള്ളം കുറവാണ്, കൂടി കാണുന്നുണ്ട്. അധികം കാലിൻ്റെ അടുത്തും. എനിക്കൊന്ന് പാലുണ്ടാക്കിയ സമയത്ത് അവർ പീറാക്കിയില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാസർഗോഡിലേക്ക് അടുത്ത് വരികയാണ്. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിച്ചേർന്നിട്ടുണ്ട്. കാസർഗോഡ് സാധാരണഗതിയിലുള്ള പോലെയല്ല, ഇതിപ്പം ഭയങ്കര ആൾക്കാരേ ഇല്ലാത്ത അവസ്ഥയിലുള്ളത്. നമ്മളിപ്പോൾ കയറിയത് കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, എക്സ്പ്രസ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി നമ്മളിവിടെ എത്തുമ്പോൾ 12-12:30 ആ സമയത്താണ്. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, ഭയങ്കരമായ ആൾക്കാർ കുറവാണ്. അങ്ങനെ നമ്മൾ ഉള്ളാളം സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിന് ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. രാവിലെ നമ്മൾ സാധാരണ വരുന്ന ലോക്കൽ ആ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബസ്സും ഓട്ടോറിക്ഷയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിന് കിട്ടും. ഉള്ളാളം പള്ളിയിലാണെങ്കിലും ഏനപ്പോയോ എവിടെ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ഓട്ടോ അല്ലെങ്കിൽ ബസ് ഉണ്ടാവും.
റെഡി? അങ്ങനെ നമ്മൾ നേത്രാവതി പുഴയുടെ നേത്രാവതി പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പുഴയാന്ന് തോന്നുന്നുണ്ട്. വളരെ സുന്ദരമായ പുഴയാണ്. അങ്ങ് അകലെ കാണുന്നത് ഒരു പഴയ ഓട്ട് കമ്പനിയാണ്. അതിപ്പോൾ പ്രവർത്തനം ഉണ്ടോയെന്ന് അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ. ഇവിടെ അതിന് തൊട്ടിപ്പുറത്തായിട്ട് പ്ലൈവുഡ് ഫാക്ടറി ഉണ്ട്. കെനറ എന്നുള്ളൊരു പ്ലൈവുഡ് ഫാക്ടറി എന്നുണ്ട്. കെനറ പഴയകാല പ്ലൈവുഡ് ഫാക്ടറി. ട്രെയിൻ പോകുമ്പോൾ ഗേറ്റ് അടക്കുമ്പോൾ അതിൻ്റെ ഗേറ്റിനടുത്ത് വന്നിട്ടുള്ള ആൾക്കാരെ കാത്തിരിപ്പാന്ന് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. ചില സമയത്ത് 2-3 ട്രെയിനിൽ കടന്നുകൊണ്ട് ചിലത് കാത്തിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം തിരക്കിട്ട് പോകുമ്പോഴായിരിക്കും ഈ ട്രെയിനിൻ്റെ ഗേറ്റ് അടവ്. അങ്ങനെ നമ്മൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷാൻ്റെ അവക ടാറ്റ പറയുന്നുണ്ട്. പറ്റിയ ട്രെയിനിൽ For the kind attention of passengers, train number 12620. Name? My name is Ari. Ari? Yeah. Okay. And your wife? This is Laura. Laula? Laura. This is Luna. Luna? And this is Faye. Oh, okay. You guys from The Netherlands. Netherlands? Yes, we love India. Oh, nice. ലിഫ്റ്റിലേക്കെല്ലാം പോകുന്നു തിരക്ക്. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിലാണ് ആ കാണുന്നത്. ഇവിടുന്ന് എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇത് നേരെ പുറത്തേക്കാണ് പോകുന്നത്. ചില സമയത്ത് അവിടെ ടിക്കറ്റ് എടുക്കാത്തവർ ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ടിക്കറ്റ് എക്സാമിനർ അവിടെ നിൽക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇതാക്കുന്നത് കാണാം. ഞാനും ആയിഷയും മംഗലാപുരം റെയിൽവേ ഞാൻ നടന്നു പോകുകയാണ്.
നടന്നോ. ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರು ಹೇಳಿದಂತೆ ಧರ್ಮವು ಮುಖ್ಯವಾಗಿ ತತ್ವಗಳ ವಿಷಯವಾಗಿರಬೇಕು. ಇದು ನಿಯಮಗಳ ವಿಷಯವಾಗಿರಲು ಸಾಧ್ಯವಿಲ್ಲ. ಅದು ನಿಯಮವಾಗಿ ಕ್ಷೀಣಿಸಿದ ಕ್ಷಣ ಅದು ಧರ್ಮವಾಗಿ ನಿಲ್ಲುತ್ತದೆ. ಯಾಕೆಂದರೆ ಅದು ನಿಜವಾದ ഈ സ്റ്റെപ്പ് കയറി നേരെ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് പോകേണ്ടത് 51 എന്ന് പറഞ്ഞ ബസ്സിലാണ്. പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ AB ഷെട്ടി ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരുപാട് തെരുവ് കച്ചവടങ്ങളുണ്ട്, നല്ല ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും. അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ട്, അതിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ AB ഷെട്ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. ബൈ ബൈ.